Hello students. So now we are going to see single molecule sequencing or smart sequencing. ഇത്രയും നാളെ നമ്മൾ പഠിച്ച ഓരോ സീക്വൻസിങ് NGS അല്ലെങ്കിൽ നോർമൽ ട്രഡീഷണൽ കൺവെൻഷണൽ genome sequencing അല്ലേ. Now we are going to see a type of third generation sequencing. That is single molecule sequencing in real time or known as SMRT, SMRT sequencing. So, ഇത് introduced ചെയ്ത് first in 2011 by Pacific Biosciences or PacBio ആണ്. They have introduced the single molecule sequencing in real-time concept. അതായത് നമുക്ക് DNA sequencing is possible in a individual molecule or individual cell in a real-time view. So that is the one of the major advantage of this technique. Real-time ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള DNA നമുക്ക് സീക്വൻസ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മോളിക്യൂളിലുള്ള DNA ഇൻഡിവിജ്വലി നമുക്ക് അത് മാത്രം ഫോക്കസ് ചെയ്ത് ആ സീക്വൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് as in third generation sequencing, it is a high throughput technique where we can sequence millions of DNA in a single time. And another advantage of this technique is accuracy. We have observed that E. coli genome was the first sequence derived using smart sequencing method, which observed or which showed a result of 99.9999% accuracy. That means ഇവിടെ ഈ ജീനോം E. coli genome ഈ സ്മാർട്ട് ടെക്നിക്ക് വെച്ച് സീക്വൻസ് ചെയ്തെടുത്തപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജീൻസും കറക്റ്റ് ആയിരുന്നു. എറേഴ്സ് വളരെ 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 കുറവായിരുന്നു. അതാണ് ഈ 9999 പറയുന്നത് അല്ലേ. അത്രയും കറക്റ്റ് ആയിരുന്നു പറയുന്നത്. കുറവ് എന്താണ്, ഭയങ്കര മൈന്യൂട്ട് അളവിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ഹൈ ത്രൂപുട്ട് സീക്വൻസിങ് മെത്തേഡ് HTS മെത്തേഡ് ഹൈ അക്യുറസി റിസൾട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന പറയാനുള്ള കാരണം. ഓക്കെ, ഇതിന്റെ ടെക്നിക് ഈസ് ഓൾസോ വെരി സിമ്പിൾ. നിങ്ങൾക്കറിയാം ഒരു യൂഷ്വൽ DNA സിന്തസിസിൽ എന്തൊക്കെ ഉണ്ടാവും. DNA റെപ്ലിക്കേഷനിൽ ഡബിൾ സ്ട്രാൻഡ് ഉണ്ടാവും, പ്രൈമർ ഉണ്ടാവും, DNA polymerase ഉണ്ടാവും അല്ലേ. Here also we have single stranded molecule of DNA and then DNA polymerase enzyme ഉണ്ട്, എക്സ്റ്റൻഷനും polymerization ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ അഡാപ്റ്റേഴ്സ് ആൻഡ് പ്രൈമേഴ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മുടെ പ്രോസസ്സ് വന്നത് അഡാപ്റ്റേഴ്സിനെ ബൈൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. Adapters are going to bind to both the ends. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ അഡാപ്റ്റേഴ്സ് രണ്ട് സ്ട്രാൻഡിന്റെ എൻഡ്സിൽ ബൈൻഡ് ചെയ്യുമ്പോൾ എന്താണ്, അവരൊരു ഹെയർ പിൻ ലൂപ്പ് ഫോം ചെയ്യും. ഒരു സ്ട്രാൻഡിന്റെ ഒരു എൻഡും അടുത്ത സ്ട്രാൻഡിന്റെ മറ്റൊരു എൻഡുമായിട്ട് അവർ കണക്ട് ചെയ്യിപ്പിക്കും. നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം എങ്ങനെയാണ് ഈ ഹെയർ പിൻ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഹെയർ പിൻ അഡാപ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. സോ അതൊരു ഹെയർ പിൻ ആയിട്ട് അത് DNA അല്ലെങ്കിൽ ഹെയർ പിൻ സ്ട്രക്ചർ ആയിട്ട് അഡാപ്റ്റർ DNAയിൽ ബൈൻഡ് ചെയ്തിരിക്കും. And then we have DNA polymerase attached to the template strand and a primer. ഇത്രയും കോമ്പണൻസ് എന്താണ്, അല്ലെങ്കിൽ the bond pairs എന്താണ്, we are going to add into a sequencing chamber which is known as flow cell. The sequencing chamber അല്ലെങ്കിൽ sequencing പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്യും. നമുക്കറിയാം സാങ്കർ സീക്വൻസിൽ എന്തായിരുന്നു, ഫ്ലൂറസെന്റ് പ്രോബ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ഡൈയുടെ ഫ്ലൂറസെൻസ് അനുസരിച്ചാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിരുന്നത്. ഹിയർ ഓൾസോ ഫ്ലൂറസെന്റ്ലി ലേബിൾഡ് പേസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത പറയുന്നത് ഫ്ലൂറസെന്റ് പ്രോബ് അല്ലെങ്കിൽ ഡൈ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എക്സാക്ട് ബേസസിക്കല്ല, പകരം ഫോസ്ഫോഡൈസ്റ്റർ ഗ്രൂപ്പ് അല്ലെ ഫോസ്ഫോഡൈസ്റ്റർ അല്ല ഫോസ്ഫോ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, 3 ഫോസ്ഫോ ഗ്രൂപ്പ്സ്, അവിടെയാണ് ഈ ഫ്ലൂറസെന്റ് പ്രോബ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ DNA പോളിമറേസ് എങ്ങനെയാണ് മെക്കാനിസം, DNA പോളിമറേസ് വരും, ന്യൂക്ലിയോടൈഡ് അറ്റാച്ച് ചെയ്യിപ്പിക്കും, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിലീസ് ചെയ്യും, ഓർത്തോ പൈറോഫോസ്ഫേറ്റ് റിലീസ് ആവും, അവിടെ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോം ചെയ്യും അല്ലേ. സോ ഇവിടെ ഫ്ലൂറസെന്റ് ടാഗ് അല്ലെങ്കിൽ ഡൈ എവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ആ ഫോസ്ഫോ ഗ്രൂപ്പിലാണ് അല്ലേ. സോ ആ പൈറോഫോസ്ഫേറ്റ് റിലീസ് ആവുമ്പോൾ എന്താണ്, ക്ലീവ് ചെയ്ത് പോകുമ്പോൾ ഫ്ലൂറസെന്റ് ഡൈ കൂടി റിലീസ് ആവും. അപ്പൊ എന്താണ്, ഒരു കോംപ്ലിമെന്ററി ബേസ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഫ്ലൂറസെൻസും ഡിറ്റക്ട് ചെയ്യാം. ഈ ഫ്ലൂറസെന്റ് കളറാണ് നമ്മുടെ ബേസ് അല്ലെങ്കിൽ സീക്വൻസ് ഡീകോഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്.
ഇതുപോലെ ഓരോ ബേസും ആഡ് ചെയ്യും. ആൻഡ് ഫൈനലി മൊത്തം ഫ്ലൂറസൻസ് റെക്കോർഡ് ചെയ്തത് അൽഗോരിതം വെച്ച് കൺവേർട്ടഡ് ഇൻ ടു ദ സീക്വൻസ്. Okay, let's see. So this is the video, YouTube video link which we can refer for observing or visualizing the smart sequencing method. Okay, are the 4 steps involved in the smart sequencing. First one is sample preparation. Second one is library preparation. So here you can see how does the adapter has been formed, hairpin structures. So here, this is the adapter which has attached or ligate to the one end of the strand, and it has formed a hairpin like structures by binding with the another end of the other DNA fragment. So here is your DNA like polymerase and primer attached. The whole library is added into a sequencing chamber or the smart cell. So there is one feature or the characteristic feature which helps in the high throughput sequencing of uh, the DNA of interest. So basically a smart cell ATM contains, or the smart cell ATM is a category of smart cell or the sequencing chamber. So here this is one smart cell which is having 8 million zero mode waveguides. 8 million zero mode waveguides ഇതിലുണ്ട്. 8 million. ഇതുപോലെ ഒരുപാട് സ്മാർട്ട് സെൽസ് ഉണ്ട് ഒരു സീക്വൻസിങ് ചേമ്പറിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഓരോ സ്മാർട്ട് സെല്ലും നമുക്ക് ഓരോ DNA ഫ്രാഗ്മെന്റിന്റെ ലൈബ്രറി ആഡ് ചെയ്യാം. അങ്ങനെ ഇതിൽ തന്നെ 8 മില്യൺ ഉണ്ടെന്ന് പറയുന്നത്. അത്രയും നമുക്ക് DNA ഫ്രാഗ്മെന്റ്സ് അല്ലെങ്കിൽ DNA സാമ്പിൾസ് ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഡിഫറെന്റ് നമ്പർ ഓഫ് സ്മാർട്ട് സെൽസ് ഒരു സീക്വൻസിങ് ചേമ്പറിൽ വെക്കാം. സോ ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് സാമ്പിൾസ് ക്യാൻ ബി sequenced in real time. Okay, ഇതാണ് the different steps. So once നമ്മൾ ലൈബ്രറി, അതായത് ഇതുപോലെ ലൈബ്രറി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സീക്വൻസിങ് സിസ്റ്റം അല്ലെങ്കിൽ സീക്വൽ ടു സിസ്റ്റത്തിലേക്ക് നമ്മുടെ സാമ്പിൾ പ്ലേസ് ചെയ്യും. അതിൽ ഒരുപാട് ZMWs ഉണ്ട്. അതിലേക്കൊക്കെ നമ്മുടെ ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാമ്പിൾസ് ആഡ് ചെയ്യാം. ആൻഡ് ദേ ആർ ഗോയിങ് ടു നമ്മൾ സാമ്പിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ZMWസിലേക്ക് ഓരോ സാമ്പിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് അതിന്റെ വെൽസിൽ ഇമ്മൊബിലൈസ് ആയത് ഇരിക്കും. അത് നമ്മുടെ സാമ്പിൾ DNA സാമ്പിള് ദിസ് DNA sample is going to immobilize attached to the wells of each zero mode waveguides. And when polymerase adds or incorporates a nucleotide based on the complementary base pairing, pyrophosphate release ആവും. pyrophosphate കൂടെ fluorescent dye അല്ലെങ്കിൽ fluorescent tag ഉണ്ട്. So light emit ആവും. അത് that is going to detected and the sequence is going to decoded in real time. ഇതാണ് whole process. ഞാൻ പറഞ്ഞു നമ്മുടെ ലൈബ്രറി അല്ലെങ്കിൽ DNA സാമ്പിൾ ലൈബ്രറി എങ്ങനെയായിരിക്കും പ്രിപ്പയർ ആവുക. ഹെയർപിൻ ആയിട്ട് അഡാപ്റ്റേഴ്സ് ലൈഗേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഇത് is going to be a DNA sample and library of എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. ഈ സാമ്പിൾ along with your DNA polymerase and primer is going to be added into the nanowell അല്ലെങ്കിൽ സീറോ മോഡ് വേവ്ഗൈഡ്സിലേക്ക് ഇടും. അവിടെ ഈ ഫ്രാഗ്മെന്റ് അഡർ ചെയ്തിരിക്കും ആ വെല്ലിലേക്ക്. പോലെ ഒരുപാട് മില്യൺസ് ഓഫ് വെൽസ് ഒരു സ്മാർട്ട് സെല്ലുണ്ട്. ഇനി എന്താണ് DNA പോളിമറേസ് കറസ്പോണ്ടിങ്ങിലി ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുമ്പോഴും കറസ്പോണ്ടിങ് ബേസ് പെയറിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പൈറോഫോസ്ഫേറ്റ് റിലീസ് ആവും along with fluorescent tag. fluorescent tag കൊടുത്തിരിക്കുന്നത് ഫോസ്ഫോ ഗ്രൂപ്പിലാണ്. fluorescent intensity മെഷർ ചെയ്യാം and basically you can decode your sequence അല്ലെ. complementary strand in the sequence as well as template strand in the sequence you can decode. And now we can see different
advantage as well as disadvantage of smart sequencing. Advantage എന്താണ്? കോസ്റ്റ് ആൻഡ് സ്പീഡ് ആണ്. എക്സ്പെൻസീവ് അല്ല. നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അല്ലെ, സാങ്കർ സീക്വൻസിങ് പോലെ. വെരി സിമ്പിൾ കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് സീക്വൻസിങ് ആണ്. സെൻസിറ്റിവിറ്റി ആണോ? ഇറ്റ്സ് വെരി ഹൈ അല്ലെ, സെൻസിറ്റീവ് ടെക്നിക് ആണ്. സെൻസിറ്റീവ് ആൻഡ് ഫാസ്റ്റ് ആണ് അല്ലെ. ബിക്കോസ് വി റിലൈ ഓൺലി ഓൺ ദ ആക്ടിവിറ്റി ഓർ മെക്കാനിസം ഓഫ് DNA polymerase. പിന്നെന്താണ്? Length. It can generate very long sequences. Basically 30,000 bases long ആയിട്ടുള്ള സീക്വൻസ് വരെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും സിംഗിൾ മോളിക്യൂൾസ് ഓഫ് DNA. അതുകൊണ്ട് തന്നെ ഇത്ര ലോങ് സീക്വൻസ് കിട്ടിയാൽ പോലും അതിനെ അസംബിൾ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ഫുൾ ജിനോംസ് ആക്കാം. ചെറിയ റീഡ്സ് ആണെങ്കിൽ എന്താണ് അത്രയും ടൈം അത് അസംബിൾ ചെയ്തിട്ടേ നമുക്ക് കംപ്ലീറ്റ് ഫുൾ സീക്വൻസിങ് കിട്ടുള്ളൂ. പിന്നെ new sequences. Unlike Sanger sequencing, it doesn't require a primer, so it's possible to sequence species that have never been investigated before. ഇതിലെ സാങ്കർ സീക്വൻസിങ് പോലെ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു സീക്വൻസ് അല്ലെങ്കിൽ പ്രയർ ഇൻഫോർമേഷൻ, അതിന് മുന്നേ നമുക്കൊരു സീക്വൻസിന്റെ ഇൻഫോർമേഷൻ ഉള്ള ഒരു സീക്വൻസ് നമുക്ക് ഉപയോഗിക്കണമെന്നില്ല അല്ലെ, റിയൽ ടൈം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഡിനോവോ സീക്വൻസിങ് മെത്തേഡ് ആയിട്ട്, അതായത് നമുക്ക് സീക്വൻസിന്റെ പ്രൈമറിന്റെ ഇൻഫോർമേഷൻ ഇല്ലെങ്കിൽ പോലും we can make use of smart sequencing. പിന്നെ ആക്യുറസി അല്ലെ, നമ്മൾ കണ്ടു ഒരു ഹൈയസ്റ്റ് പെർസെന്റേജ് ഓഫ് ആക്യുറസി ആണ് സ്മാർട്ട് സീക്വൻസിംഗിൽ ഉള്ളത്. Now we have come up to the end of different genome sequencing. അതിൽ ട്രഡീഷണൽ ആസ് വെൽ as NGS and third generation type കണ്ടു. Now we'll see the application of genome sequencing. നമുക്ക് ഈ ഡയഗ്രാം കാണാം അല്ലെ. ആപ്ലിക്കേഷൻ പറയുമ്പോൾ എന്തൊക്കെയാണ്? genome sequencing പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് എൻറ്റയർ genome sequence അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ജീൻ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ജീൻ സീക്വൻസ് കിട്ടും അല്ലെ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് യൂസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ, മെഡിസിനിലാണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഫോറൻസിക്കിലാണെങ്കിലും ജനറ്റിക് മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ടാക്കാനാണെങ്കിലും ഡിസീസ് ഡയഗ്നോസിസ് ആണെങ്കിലും എവല്യൂഷണറി ബയോളജി അല്ലെ, എവല്യൂഷണറി റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഫീൽഡ്സ് ഉണ്ട് genome sequencing. പിന്നെ എന്തൊക്കെയാണ്? റയർ ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാം അല്ലെ. പിന്നെന്താണ്? പ്രീനേറ്റൽ അനോമലീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂക്ലിയോടൈഡ് മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഡിഫറൻസസ് വേരിയേഷൻ among the sequences, ഇതെല്ലാം കണ്ടുപിടിക്കാം അല്ലെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണത് ആപ്ലിക്കേഷൻസ് ഓഫ് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് അല്ലെ. genome sequencing കണ്ടു, അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്. വൺ ഓഫ് ദി മെയിൻ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്ന് പറയുന്നത് നമുക്ക് DNA ആസ് വെൽ as RNA സീക്വൻസിങ് നമുക്ക് NGS ചെയ്യാം. പിന്നെന്താണ്? വേരിയൻസ് അല്ലെങ്കിൽ മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ടോ, അതൊക്കെ സീക്വൻസ് കിട്ടുകയാണെങ്കിൽ എന്താണ് റിയൽ ടൈമിൽ തന്നെ നമുക്ക് ചിലതൊക്കെ റിയൽ ടൈമിൽ തന്നെ വേരിയേഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ നടന്നിട്ടുള്ള ജീൻസിനെ കണ്ടുപിടിക്കാം അല്ലെ. പിന്നെ എന്താണ്? വോൾ ജീനോം സീക്വൻസിങ് ഒക്കെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് കിട്ടും. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ചെറിയൊരു ഫ്രാഗ്മെന്റ് അല്ലെങ്കിൽ ചെറിയൊരു സീക്വൻസ് ഓഫ് ജീൻ കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു അല്ലെ. ഇപ്പൊ എന്താണ് ഹൈലി അഡ്വാൻസ്ഡ് ആൻഡ് അപ്ഗ്രേഡഡ് വേർഷൻസ് ഓഫ് സീക്വൻസിങ് മെഷീൻസ് ഒക്കെ ഉള്ളത്, ഓട്ടോമേറ്റഡ്. സോ ഷോർട്ട് പീരീഡിൽ whole genome അല്ലെങ്കിൽ genomes of interest അല്ലെങ്കിൽ തൗസൻഡ്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് genomes നമുക്ക് സീക്വൻസ് ചെയ്യാം. പിന്നെന്താണ്? precision മെഡിസിനിൽ നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് ഉപയോഗിക്കാം. പിന്നെ ഒരുപാട് ജീൻസ് അല്ലെങ്കിൽ ഒരുപാട് ജീനോംസ് മൾട്ടിപ്പിൾ ജീനോംസ് പാരലൽ ആയിട്ട് അല്ലെ സൈമിൾട്ടേനിയസ് ആയിട്ട് സീക്വൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ NGS മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഹൈ ത്രൂപുട്ട് അല്ലെ, ഒരുപാട് സാമ്പിൾസ് നമുക്ക് അറ്റ് എ ടൈം അനലൈസ് ചെയ്യാനും അതിന്റെ സീക്വൻസ് കിട്ടാനും and they can be used for generation of personalized medicine, pharmacogenomics, evolutionary biology and agriculture ഫീൽഡിലെ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് അല്ലെ, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസിന്, ഫോറൻസിക് സയൻസിലൊക്കെ നമുക്ക് ഈ NGS as well as our traditional genome sequencing techniques യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ അപ്ലിക്കേഷൻസ്.
different types of applications. So this is the wrap-up section for our genome sequencing part. Thank you.